UK തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈക്കിംഗ് ഡെസ്റ്റിനേഷൻ. നമ്മളിത് ആ കാണുന്ന മാംതൂർ മൗണ്ടൻ 517 മീറ്റർ ഹൈറ്റ് ഉള്ള ആ മല ഹൈക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. വരുന്ന വഴിക്ക് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? ലെറ്റ്സ് ഗോ. അവസാനത്തെ തുള്ളി ഇത് വെള്ളം കഴിയാൻ പോകട്ടോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. എന്താ വ്യൂ അല്ലേ അങ്ങോട്ടൊക്കെ. പേടിക്കണ്ട, ഇറങ്ങിക്കോ, സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇത്രയും അധികം ആളുകളൊക്കെ വരുന്ന സ്ഥലമായിട്ട് കണ്ടില്ലേ. പ്ലാസ്റ്റിക് ബോട്ടിലുകളോ വേസ്റ്റുകളോ ഒന്നുമില്ല കേട്ടോ. ഞങ്ങളിവിടെ കുറച്ചു നേരം ഇരിക്കാൻ പോകട്ടെ. മല ഇത് കാണുമ്പോൾ നമുക്ക് സ്റ്റീപ്പാന്ന് തോന്നില്ലേ, പക്ഷെ അത്യാവശ്യം നല്ല കയറ്റുണ്ട്. ഇന്നാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇവിടുത്തെ കൺട്രി സൈഡുകളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെ ആട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ നടന്ന് കാസിൽട്ടൺ എന്ന് പറഞ്ഞ മനോഹരമായ ആ ഗ്രാമത്തിലേക്ക് വീണ്ടും എത്തിയിട്ടാ, വില്ലേജിലേക്ക്. ഞങ്ങളുടെ ട്രെയിനുള്ളത് നോർത്ത് ഏൺ ലൈൻ എന്നാണ്. ഈ പാത്തിലൊന്നും ഇപ്പോൾ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല കേട്ടോ. ഞങ്ങളിത് ഇത്ര ദൂരം നടന്ന ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഷെഫീൽഡിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ലെസ്റ്ററിൽ നിന്ന് ഷെഫീൽഡിലേക്ക് വന്നു. ഇവിടെ നമ്മൾ സിറ്റി സെൻറ്ററിൽ ഒരു റൂം എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് മാംതോർ ഹൈക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഹോപ്പ് ഡെർബി ഷെയർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും. നമുക്ക് 8:15 രാവിലെ 8:15 ട്രെയിൻ. അതിന് മുമ്പ് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാ. നമ്മുടെ ബാക്കിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, പിന്നെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഇടാനായിട്ടുള്ള ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ബാഗിൽ. ഇനി നമുക്ക് ഈ കീ റിസപ്ഷനിൽ കൊടുക്കണം. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ കേട്ടോ. ഇതാണ് ഷെഫീൽഡ് സിറ്റി സെന്റർ. ഇവിടെ ഒരു ട്രാമിന്റെ ലൈൻ ഉണ്ട്. ATM കുറച്ച് പൈസ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണമല്ലോ. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കാർഡ് അക്സെപ്റ്റ് ചെയ്യും, എന്നാലൊരു സേഫ്റ്റിക്കായിട്ട്. നമ്മളത് മെക്ഡൊണാൾഡ്സിൻ്റെ തൊട്ടടുത്തുള്ള സെയിൻസ്ബറിയിൽ നിന്ന് ഒരു ചിക്കൻ പാസ്തയും റോളും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളവിടെ മല കയറി തുടങ്ങിയാൽ നമുക്ക് ഫുഡൊന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി മേടിച്ച് വയ്ക്കുന്നുണ്ട്. ഞങ്ങളിതേ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡീൽ എടുത്തിട്ട് ഇതേ നടന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടാ. ആ നേരെ കാണുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. വെൽക്കം ടു ഷെഫീൽഡ് സ്റ്റേഷൻ. ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത് നോർത്ത് ഏൺ ലൈൻ എന്നാണ്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം 7 ആണ് കേട്ടോ. നമ്മൾ വന്ന ട്രെയിൻ ദേ പോയിട്ടാ. നമ്മളിതേ ഹോപ്പ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. വളരെ ചെറിയൊരു സ്റ്റേഷനാട്ടോ അത്. അധികം ആരും ഇല്ലാത്ത വളരെ ചെറിയൊരു സ്റ്റേഷൻ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷൻ. നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കാസിൽട്ടൺ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോകട്ടോ. ഇവിടുത്തെ ഏകദേശം 2 മൈലുണ്ട് അങ്ങോട്ട്. അവിടെ എത്തിയതിനു ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് മാംതോർ കാർ പാർക്കിങ്ങിലേക്ക് പോകും. അതും ഏകദേശം 2 മൈൽ നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടല് 4 മൈൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മാംതോർ മൗണ്ടൻ കയറാനായിട്ടുള്ള ബേസിലെത്തും. അവിടെ നിന്ന് വീണ്ടും നമുക്ക് കുറേ ദൂരം നടക്കാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടോട്ടൽ നമ്മളൊരു 9-10 മൈലിൻ്റെ അടുത്തേക്ക് ഇന്ന് നടക്കേണ്ടതായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ബസ്സൊക്കെ വിളിച്ച് പോകട്ടെ. ബസ് ഇവിടുന്ന് അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇന്ന് മൊത്തം നടക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ്. ഹോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര വില്ലേജ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. നമ്മളിവിടുന്ന് കാസിൽട്ടണിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്ലേസുകളാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുക. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. ആ വീടിൻ്റെ ഫ്രണ്ടിലൊരു വിൻറ്റേജ് കാരവാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു എല്ലാ വീട്ടിലും ഇതേപോലെ കാരവാൻസ് കാണാനുണ്ട്. നമ്മളങ്ങനെ നടന്ന് കാസിൽട്ടൺ എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലേക്ക് വീണ്ടും എത്തിയിട്ടാ, വില്ലേജിലേക്ക്. നമ്മളിപ്പോൾ ഇതും കൂടി കൂട്ടി 3ാമത്തെ വട്ടമാണ് ഇപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്നത്. ഈ വില്ലേജിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും മലകൾ. ഇത് അങ്ങ് ദൂരെ ഈ ബിൽഡിങ്ങുകളുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലകൾ കാണുന്നില്ലേ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. പിന്നെ ഇവിടെ തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഈ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോയ്ലറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാംതോറൊക്കെ ഹൈക്ക് ചെയ്യുമ്പോൾ ടോയ്ലറ്റുകളില്ല അവിടെയൊന്നും. ഞാൻ നോക്കിയപ്പോൾ അവിടെ കാർ പാർക്കിങ്ങിലൊന്നും ടോയ്ലറ്റ് കാണാനേ ഇല്ല. ഞങ്ങളിനി മുന്നോട്ട് നടക്കാനായിട്ട് മുമ്പ് ഒരു പഴം കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ മെക്ഡൊണാൾഡ്സിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര സുഖമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് ക്യാരി ചെയ്തിട്ടുണ്ട്. സെയിൻസ്ബറിയിൽ നിന്ന് പിടിച്ച സാധനങ്ങളൊക്കെ ഈ ബാഗിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വിന്നറ്റ് പാസിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിലെയാണ് നമ്മൾ മാംതോർ കാർ പാർക്കിങ്ങിലേക്ക് എത്തുക. ഈ വില്ലേജിലൂടെ നടക്കുമ്പോൾ തന്നെ ദൂരെ നമുക്കിതേ മല കാണാം കേട്ടോ.
എന്ത് വലിയൊരു മൗണ്ടനാണ് നോക്കിയത്. പിന്നെ രണ്ട് സൈഡിലും കുറേ ഷോപ്പുകളുണ്ട്, പബ്ബുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ. ഇവിടെ ഈ പബ്ബുകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഇപ്പം അധികം ആളുകളൊന്നും ഇവിടെ ഇല്ല, ഇപ്പോൾ രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ക്രൗഡൊന്നും ഇവിടെ കാണാമെന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഈ കാണുന്ന ഓർണമെൻറ്റ്സൊക്കെ ഇവിടെ നിന്ന് തന്നെ കുഴിച്ചെടുക്കുന്ന ഒരു സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ്. കണ്ടില്ലേ, ഇതിനൊക്കെ 325 പൗണ്ട്, 225 പൗണ്ട്, 400 പൗണ്ട്, 550 പൗണ്ട്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ചെറിയൊരു കമ്മലാണെങ്കിൽ പോലും അതിന് 500 പൗണ്ടൊക്കെയാണ് റേറ്റ് വരുന്നത്. ഈ രണ്ട് സൈഡിലും കോട്ടേജുകളാണ് കേട്ടോ, രണ്ട് സൈഡിലും. ഇതെവിടെ പബ്ലിക് ഫുഡ് പാത്ത്. ഇവിടുത്തെ കൺട്രി സൈഡുകളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെ കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ട്. ഇവിടെ ചെറിയൊരു കനാൽ പോകുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ഫുഡ് പാത്ത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും കുറേ ആട്ടുംകൂട്ടങ്ങളെ നമുക്ക് കാണാം കേട്ടോ. ഈ കുന്നിൻ ചെരുവിലുണ്ട്, നമ്മളീ നടക്കുന്ന വഴിക്കുണ്ട്. അതൊക്കെ അത് ഇങ്ങനെ ചെറിയ ചെറിയ കല്ല് വെച്ചിട്ടുള്ള വേര് കൊണ്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പ്രോപ്പർട്ടികളും. നമുക്ക് അങ്ങും കാണാൻ പറ്റും, കണ്ടില്ലേ, കുറേ ഡിവൈഡിങ് ഉണ്ട് ഇങ്ങനത്തെ കല്ല് വെച്ചിട്ട്. ഈ കരിങ്കല്ല് വെച്ചിട്ടാണ് അവർ ഇതൊക്കെ പണിതിരിക്കുന്നത്. പിന്നെ എൻ്റെ ചുറ്റും മലയാണ്. ഇവിടെ ഈ സൈഡിൽ എല്ലായിടത്തും ഞാനിങ്ങനെ 360 ഡിഗ്രി കറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും മലനിരകളാണ് കേട്ടോ. ഇതാ കാണുന്ന 2 മലകളാണ് കേട്ടോ വിനാട് പാസ്. അതിൻ്റെ നടുവിലൂടെ റോഡ് പോകുന്നുണ്ട്. നമ്മളിത് സ്പീഡ് വെൽക്കവൻ വിനാട് പാസിൻ്റെ അവിടെ എത്തിയിട്ടാണ്, എൻട്രൻസിൻ്റെ അവിടെ. ഇതാണ് കാർ പാർക്കിങ്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്കില്ല കേട്ടോ അധികം, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കാറുകളായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും വിനാട് പാസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളത് ആ മലയുടെ മുകളിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ 1.2 മൈലുണ്ട് കേട്ടോ മാംതോർ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ. അവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ഹൈക്കിങ് തുടങ്ങുന്നത്. ഇന്നാണെങ്കിൽ നല്ല ക്ലൈമറ്റ് കേട്ടോ, മഴയില്ല, നല്ല കാര്യമായിട്ട് തണവുമില്ല, ചൂടുമില്ല. അതാ കാണുന്ന വഴി കൂട്ടിയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് സ്റ്റീപ്പാന്ന് തോന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഈ കാണുന്ന മലയാണ് മാംതോർ. നമ്മളതിൻ്റെ അടിയിലേക്ക് എത്തി കേട്ടോ, കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്തി. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 മൈൽ നടന്നിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരിക്കാൻ പോകട്ടോ, മല കയറുന്നതിന് മുമ്പ്. കുറേ ദൂരം ഞങ്ങളിപ്പോൾ നടന്നില്ലേ. ഞങ്ങളത് ഈ മലയുടെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കയറുന്നത്, കാരണം ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. ഏകദേശം ഒരു 11:30 കേട്ടോ രാവിലെ. ആ കാണുന്ന മലയാണ് മാംതോർ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് നമ്മളത് നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വേസ്റ്റ് ബിൻ കാണുമ്പോൾ അത് നമ്മൾ കളയും. ഇവിടെ ഇത്രയും അധികം ആളുകളൊക്കെ വരുന്ന സ്ഥലമായിട്ട് കണ്ടില്ലേ. പ്ലാസ്റ്റിക് ബോട്ടിലുകളോ വേസ്റ്റുകളോ ഒന്നുമില്ല കേട്ടോ. മാംതോർ മൗണ്ടനിലേക്ക് കയറാനുള്ളത് ഗേറ്റിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടാണ്. ഇവിടെ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കല്ല് വെച്ചിട്ടുള്ളത്, ഇതിൽ സുഖമായിട്ട് കയറാം കേട്ടോ. വെൽക്കം ടു മാംതോർ ഹിൽ ഫോർട്ട്. ഒരു ഗേറ്റ് കൂടി ഉണ്ട് കേട്ടോ അവിടെ. യാ ദാറ്റ്സ് ഓൾ റൈറ്റ്, താങ്ക് യു. നമ്മളതും കൂടി കയറി. ഇതേ എവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഹൈ പീക്ക് എസ്റ്റേറ്റ് മാംതോർ. യെസ്, വീണ്ടും നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഇടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ച് കാരണം കുറച്ച് എനർജി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കയ്യിൽ ഫുഡൊന്നും ഇല്ല കേട്ടോ, കൊണ്ടുവന്ന ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇനി നമുക്ക് ഏകദേശം ഒരു 3.5-4 മൈൽ ഹൈക്ക് ചെയ്യാനുണ്ട്. ഇപ്പോഴത്തെ സ്റ്റെപ്പുകൾ കുറച്ചും കൂടി സ്റ്റീപ്പായി തുടങ്ങി. ആ സൈഡിലൊക്കെ കണ്ടില്ലേ വേറെ മലകളുണ്ട് കേട്ടോ, മൗണ്ടൻസ്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത് കേട്ടോ. ആ കാണുന്നതാണ് വിനാട് പാസ്. അതിലെ നമ്മൾ ഇത്ര ദൂരം നടന്നിട്ട് ഈ റോഡ് വഴി വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറിയത് കേട്ടോ. അത് ഹോപ്പ് വാലി. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എഡയിൽ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി സ്റ്റീപ്പായിട്ടാണ്, പക്ഷെ എന്നാലും അവർ ഇവിടെ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് റിസ്ക് ഒന്നുമില്ല.
നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഹൈക്കിങ്ങിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ബാക്കിൽ പോകുന്ന രണ്ടുപേരും നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ മലയുടെ മുകളിലെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാതെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ആ അടിയിൽ കൂടെ പോകുന്ന റോഡ്, പിന്നെ നമ്മളിത് കയറി വന്ന സ്റ്റെപ്പുകൾ, ഇപ്പുറത്ത് എഡയിൽ മൗണ്ടൻ. ഈ ചെറിയൊരു കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ മലയുടെ മുകളിലെത്തിയിട്ടാണ്. നമ്മൾ കാണുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങോട്ട് കയറാനായിട്ട്. ഇപ്പോൾ നമ്മളിതേ പ്രോപ്പർ മലയുടെ മുകളിലെത്തിയിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മല കയറിയിട്ടുള്ളത്. ഇവിടുന്ന് 360 ഡിഗ്രി വ്യൂ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയിലെത്തി വ്യൂ ആണ്. ഇവിടെ നിന്ന് എല്ലാവരും കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. വഴിക്ക് പോകുന്നുണ്ടോ വളരെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ഇന്ന് ആ മലകളൊക്കെ ഫുള്ള് ഫോഗി ആയിട്ടാണ് നിൽക്കുന്നത്. ചെറിയ മഴക്കാരുമുണ്ട്. നമ്മൾ മൗണ്ടൈൻ കയറി കാണുന്ന ആദ്യത്തെ ട്രിക്കാണ് കേട്ടോ അത്. ഈ മാംതോർ എന്നുള്ള മല ഷിവറിംഗ് ഹിൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ മദർ ഹിൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഷിവറിംഗ് ഹിൽ എന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഷിവറിംഗ് ഹിൽ എന്ന് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ഇറക്കാണ് കേട്ടോ. ഇവിടെയും ഫുള്ള് കല്ലുകൾ പേവ് ചെയ്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ഈസിയാണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ട്രക്കിംഗ് ആണ്. ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ മലയുടെ സൈഡുകളിൽ. ഇവിടുന്ന് ഈ രണ്ട് സൈഡിലുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നാണ് ചെറിയൊരു ക്ലൗഡി പിന്നെ ഫുള്ള് ഫോഗി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ നടക്കാനായിട്ട് നാട്ടിലൊരു മൂന്നാറിൽ പോയി ഫീലൊക്കെ ഉണ്ട്. കാരണം അധികം തണവില്ല ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ. പിന്നെ ചെറിയ മഴക്കാര്, പിന്നെ മൂടി നിൽക്കുന്ന മഞ്ഞ്, എല്ലാം കൊണ്ടും അടിപൊളിയാട്ടോ ഇന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നോക്കിയപ്പോൾ റെയിലാണ് കാണിച്ചത്. പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഈ മല ഇറങ്ങുന്നവരെ മഴ പെയ്യാണ്ടിരിക്കട്ടെ. കാരണം ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ട്. എന്നാൽ കൂടി അത്ര സുഖമായിരിക്കില്ല നമുക്ക് മഴ പെയ്യുമ്പോൾ. നമ്മൾ ഈ ഇറങ്ങി പോകുന്ന സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ആ മലയുടെ മുകളിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകളൊക്കെ നടന്നിട്ട് ഒരു ലൈന് പോയിട്ടില്ലേ, അതിൽ കൂടെ നമുക്കിനി നടന്നു പോകണം. ഇത് ഇവിടെ താഴ്വര കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡ് വേറെ മൗണ്ടൻസ് കാണാൻ പറ്റും. നമ്മളിനി ഇറങ്ങി പോവാണ് ആ മലയുടെ മുകളിലേക്ക്. മാംതോർ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 517 മീറ്ററാണ് കേട്ടോ. ഏകദേശം 1700 ഫീറ്റ്. ഇവിടുന്ന് ഈ മല നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇറങ്ങി പോകട്ടെ. അതാണ് അടിയിലേക്ക് കാണുന്ന ഈ വഴികളൊക്കെ ഇല്ലേ. നമുക്ക് ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഇറങ്ങി പോവാം. നമുക്ക് ശരിക്ക് ആ ടോപ്പ് വരെ പോവാം. അതല്ല നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഈ വഴി കൂടെ ഒക്കെ നമുക്ക് ഇറങ്ങി താഴത്തേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കയറി വന്ന വഴി കൂടി നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റും. ഇവിടെ കുറച്ച് ചളിപിളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇപ്പോൾ ഒരു വേറെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പോക്കാണ് കേട്ടോ താഴേക്ക്. ഈ സൈഡിൽ വ്യൂ ഉണ്ട് നമുക്ക്, അപ്പുറത്തെ സൈഡിൽ നല്ല വ്യൂ ഉണ്ട്. ഇപ്പോൾ കാറ്റ് കുറച്ച് കുറവുണ്ട് കേട്ടോ. മലയുടെ അടിയിൽ നിന്നൊക്കെ ആളുകൾ കയറി വരുന്നുണ്ട് കേട്ടോ. എന്താ വ്യൂ അല്ലേ അങ്ങോട്ടൊക്കെ. ഓ അടിപൊളി. നമ്മൾ ഇത്ര ദൂരം ഇങ്ങനെ താഴേക്കാട്ടോ കുറച്ച് ദൂരം ഇറങ്ങി വന്നാൽ. ഇനി ആ മല അങ്ങോട്ട് കയറാനുണ്ട് ആ ടോപ്പിലേക്ക്. അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നശിച്ചു പോയതാണ്. ഇപ്പം നമുക്ക് അതിലെ ഹൈക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോകാൻ മാത്രമാണ് പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിൻ്റെയൊക്കെ. ഇപ്പോൾ പല ആളുകളും ഇവിടെ വന്നിട്ട് ഈ വഴിക്ക് അടിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ വഴിയിൽ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി പോയിട്ട് കാസൽട്ടൺ വില്ലേജിലെത്താം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ ഇവിടെ വേറൊരു ഗേറ്റ് കൂടി ഉണ്ട്. ഈ ഗേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് റിഡ്ജ് പാത്തിലേക്ക് എത്തൂട്ടോ. ഈ മലയുടെ മുകളിലെ ആളുകൾ ഫുള്ള് ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഓ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗ്രേറ്റ് റിഡ്ജിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും ആ കുന്നിൻ്റെ മുകളിൽ ബാക്ക്തോർ എന്ന് പറഞ്ഞ മൗണ്ടൻ. സൈഡിലൊക്കെ ഫുള്ള് കല്ലുകൾ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. ഇവിടേക്ക് ഇത് കുറച്ചും കൂടി വരുമ്പോൾ മല കുറച്ച് സ്റ്റീപ്പായി വരുന്നുണ്ട് കേട്ടോ.
ഇനിയുണ്ട്. നമ്മളിത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു കേട്ടോ. ആ കാണുന്നതാണ് ബ്ലാക്ക് തോർ എന്ന് പറഞ്ഞ മല. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ ബസ്സിൻ്റെ ടൈം ആവാറായി. അപ്പം നമ്മൾ തിരിച്ച് ഇതിലെ മല ഇറങ്ങാണ് കേട്ടോ, കാസിൽട്ടൺ വില്ലേജിലേക്ക്. ആ കാണുന്ന വഴിയൊക്കെ നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ. ആ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത്. പേടിക്കണ്ട, ഇറങ്ങിക്കോ, സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഡോണ്ട് വറി, ഇറങ്ങിക്കോ. അതന്നെ ഈ പഠിക്കണ്ട ഹൈക്കിങ്ങൊക്കെ. ഇത് അവസാനത്തെ തുള്ളി ഇത് വെള്ളം കഴിയാൻ പോകട്ടോ. നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് ഇത് കഴിയണത്. നമ്മൾ വെയിറ്റ് കൂട്ടണ്ടെന്ന് വിചാരിച്ച് ആകെ ഒരു കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മൊത്തം ഇറങ്ങാറായപ്പോഴാണ് വെള്ളം കഴിഞ്ഞേട്ടോ. നമ്മളിത് താഴേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. പിന്നെ നല്ല പച്ചപ്പും ഉണ്ട് കേട്ടോ ഈ വഴിയിൽ. തണൽ മരങ്ങളൊക്കെ കണ്ടില്ലേ. ആഹാ, നല്ല അടിപൊളി കാറ്റ്, വലിയ മരങ്ങൾ, രണ്ട് സൈഡിലും പച്ചപ്പ്. ഇന്നാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് സത്യം പറഞ്ഞാൽ മഴയാണ് കാണിച്ചിരുന്നത്. അപ്പം എന്തായാലും മഴയുണ്ടാവുമെന്ന് വിചാരിച്ചു. ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഫുൾ മഴയാണ് കാണിച്ചിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് മഴ കിട്ടിയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ്. ശരിക്കും ഈ വീക്ക് ഡേയ്സിൽ വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം ക്രൗഡഡ് ആയിരിക്കും. പിന്നെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വീക്കെൻഡ്സിലൊക്കെ നമുക്കൊരു 9 മണിക്ക് മുമ്പ് ഇവിടെ വന്നാലാണ് കാർ പാർക്കിംഗ് കിട്ടുള്ളൂ. നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ചെറിയൊരു ചാല് പോലെ വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. യെസ് ഗൈസ്, ഏകദേശം നമ്മൾ എത്താറായിട്ടപ്പോൾ അടിയിലിത് ഫാമുകൾ കാണുന്നില്ലേ. അങ്ങനെ നമ്മളത് അടിയിലെത്തിയിട്ടാ. ഇവിടെ ഫുള്ള് ഫാമുകളാണ്, ഷീപ്പ് ഫാമുകൾ. ഈ വഴിയുടെ ഒരു ഭംഗി കണ്ടില്ലേ. നമ്മൾ നടന്ന് അവസാനമായപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാരോ റോഡുകൾ കേട്ടോ. ഒരു സൈഡിൽ ഫാം, പിന്നെ ഇങ്ങനെ ചെറിയൊരു വഴി, സൈഡിൽ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ മൗണ്ടൻ ഹൈക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, ഈ നടന്ന് ഇറങ്ങുമ്പോഴും കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഈ ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഈ ഇറങ്ങി വരുന്ന ഈ ഭാഗങ്ങളെല്ലാം സൈഡിൽ ആടുകൾ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഈ പാത്തിലൊന്നും ഇപ്പം നമ്മളല്ലാണ്ട് വേറെ ആരും ഇല്ല കേട്ടോ. വാവ്, ഇവിടെ ഫുള്ള് മഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഈ ഫെൻസൊക്കെ ഇലക്ട്രിക് ഫെൻസുകളാണ് കേട്ടോ. ഈ ആടിൻ്റെതേ കണ്ടില്ലേ, കുറച്ച് തോല് ചെത്തിക്കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവർ. ഈ സംഭവങ്ങൾ ഡ്രസ്സ് ഉണ്ടാക്കാനും പുതപ്പുണ്ടാക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണത്. കുറച്ച് ഷേവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ടോട്ടൽ നടന്ന ഡിസ്റ്റൻസ് ഇപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ ടോട്ടൽ 10 മൈൽ, ഏകദേശം 10 മൈൽ എന്ന് പറയുമ്പോൾ 16 കിലോമീറ്റർ ഞങ്ങൾ ഇന്ന് നടന്നു കൂട്ടാ ഇതുവരെ. ഇനി നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങനെ ഹൈക്കിങ്ങിനൊന്നും പോകാത്ത ആൾക്കാരാണ്. പക്ഷേ ഈ മൗണ്ട് ടവർ ഹൈക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു നോർമൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നടക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു ഹൈക്കാണ് കേട്ടോ. ഒരു മോഡറേറ്റ് ഹൈക്കാണ്. അങ്ങനെ വലിയ സ്റ്റീപ്പുള്ള ഭാഗങ്ങളോ അങ്ങനെയൊന്നും ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം നടക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഹൈക്കിങ് ഓക്കെ ആണെന്നാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. നല്ല പ്യുവർ വെള്ളം കേട്ടോ, നല്ല തണവുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് കാസിൽട്ടൺ എന്ന് പറഞ്ഞ വില്ലേജിലെത്തി കേട്ടോ. ഇവിടുത്തെ വീടുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണം. ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ വീടുകളാണ് കേട്ടോ. വീടുകളും കോട്ടേജുകളും.
ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഈ വീടുമ്പോ കണ്ടില്ലേ ചെടികളൊക്കെ പടർത്തി. വാവ്, അടിപൊളി. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഗാർഡൻ ആയിട്ടുള്ളൊരു വീട്. ഓ, ഈ വീടൊന്നും കാണാൻ ഒരു രക്ഷയില്ല കേട്ടാ. ഒടുക്കത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു വില്ലേജ് ആണ് ഈ കാസിൽട്ടൺ. അങ്ങനെ ഞങ്ങൾ കാസിൽട്ടണിന്റെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് ചിപ്സ് ഒക്കെ മേടിച്ച് ഇനി നമ്മൾ ട്രെയിൻ ഇറങ്ങിയില്ലേ ഹോപ്പ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക്, അങ്ങോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ. അവിടെ നിന്ന് പിന്നെ ഷെഫീൽഡിലേക്ക് ഞങ്ങൾ ട്രെയിനിൽ പോകും. അത് കഴിഞ്ഞ് ഷെഫീൽഡിൽ നിന്ന് ബസ്സിൽ ലെസ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹൈക്കിംഗ് വീഡിയോ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ ബൈ.